ഇരമ്യാവ് അധ്യായം 17. യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിൻ്റെ മുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു. അതവരുടെ ഹൃദയത്തിൻ്റെ പലകയിലും നിങ്ങളുടെ ബലിപീഠത്തിൻ്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു. ഉയർന്ന കുന്നുകളിൽ പച്ചമരങ്ങൾ കരികെയുള്ള അവരുടെ ബലിപീഠങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും അവരുടെ മക്കൾ ഓർക്കുന്നുവല്ലോ. വയൽ പ്രദേശത്തിലെ എൻ്റെ പർവ്വതമേ, നിന്റെ അതിർക്കകത്തൊക്കെയും ചെയ്ത പാപം നിമിത്തം ഞാൻ നിന്റെ സമ്പത്തും സകല നിക്ഷേപങ്ങളും പൂജാഗിരികളും കവർച്ചയ്ക്ക് ഏൽപ്പിക്കും. ഞാൻ നിനക്ക് തന്ന അവകാശം നീ ഒഴിഞ്ഞു പോകേണ്ടി വരും. നീ അറിയാത്ത ദേശത്ത് ഞാൻ നിന്നെ നിന്റെ ശത്രുക്കളെ സേവിക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ കോപത്തിൽ തീ കത്തിച്ചിരിക്കുന്നു, അതെന്നേക്കും കത്തിക്കൊണ്ടിരിക്കും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഊവർ നിലത്തിലും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമം ഉള്ളത്. അത് ആരാഞ്ഞറിയുന്നവൻ ആർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാകുന്നു. അവൻ്റെ മധ്യായുസ്സിങ്കൽ അതവനെ വിട്ടുപോകും. ഒടുക്കം അവൻ ഭോഷനായിരിക്കും. ആദിമുതൽ ഉന്നതമായി മഹത്വമുള്ള സിംഹാസനമേ, ഞങ്ങളുടെ വിശുദ്ധ മന്ദിരസ്ഥാനമേ, ഇസ്രയേലിൻ്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും. അവർ ജീവനുള്ള വെള്ളത്തിൻ്റെ ഉറവായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ. യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. നീ എൻ്റെ പുകഴ്ചയല്ലോ. അവർ എന്നോട്, യഹോവയുടെ വചനം എവിടെ? അത് വരട്ടെ എന്ന് പറയുന്നു. ഞാനോ ഇടയനായി നിന്നെ സേവിപ്പാൻ മടിച്ചില്ല. ദുർദിനം ഞാൻ ആഗ്രഹിച്ചതുമില്ല എന്ന് നീ അറിയുന്നു. എൻ്റെ അധരങ്ങൾ ഉച്ചരിച്ചത് തിരുമുമ്പിൽ ഇരിക്കുന്നു. നീ എനിക്ക് ഭയങ്കരനാകരുതേ. അനർത്ഥ ദിവസത്തിൽ എൻ്റെ ശരണം നീയല്ലോ. എന്നെ ഉപദ്രവിക്കുന്നവൻ ലജ്ജിച്ചു പോകട്ടെ, ഞാൻ ലജ്ജിച്ചു പോകരുതേ. അവർ ഭ്രമിച്ചു പോകട്ടെ, ഞാൻ ഭ്രമിച്ചു പോകരുതേ. അവർക്ക് അനർത്ഥ ദിവസം വരുത്തി അവരെ തകർത്ത് നശിപ്പിക്കണമേ. യഹോവ എന്നോടിപ്രകാരം അരുളി ചെയ്തു: നീ ചെന്ന് യഹൂദ രാജാക്കന്മാർ അകത്തു വരികയും പുറത്ത് പോകുകയും ചെയ്യുന്ന ജനത്തിൻ്റെ വാതിൽക്കലും യെരൂശലേമിൻ്റെ എല്ലാ വാതിൽക്കലും നിന്നുകൊണ്ട് അവരോട് പറക: ഈ വാതിലുകളിൽ കൂടി അകത്ത് കടക്കുന്ന യഹൂദ രാജാക്കന്മാരും എല്ലാ യഹൂദന്മാരും യെരൂശലേമിലെ സർവ്വനിവാസികളും ആയുള്ളവരെ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: സൂക്ഷിച്ചു കൊള്ളുവിൻ. ശബ്ബത്ത് നാളിൽ യാതൊരു ചുമടും ചുമന്ന് യെരൂശലേമിൻ്റെ വാതിലുകളിൽ കൂടി അകത്ത് കൊണ്ടുവരരുത്. ശബ്ബത്ത് നാളിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് യാതൊരു ചുമടും പുറത്ത് കൊണ്ടുപോകാതെയും യാതൊരു വേലയും ചെയ്യാതെയും ശബ്ബത്ത് നാൾ വിശുദ്ധീകരിപ്പിൻ. നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ അങ്ങനെ കൽപ്പിച്ചുവല്ലോ. എന്നാൽ അവർ കേട്ടില്ല, ചെവി ചായിച്ചതുമില്ല. കേട്ടനുസരിക്കുകയോ ബുദ്ധി ഉപദേശം കൈക്കൊള്ളുകയോ ചെയ്യാതെ അവർ ശാഠ്യം കാണിച്ചു. നിങ്ങളോ ശബ്ബത്ത് നാളിൽ ഈ നഗരത്തിൻ്റെ വാതിലുകളിൽ കൂടി യാതൊരു ചുമടും കൊണ്ടുവരാതെയും ശബ്ബത്ത് നാളിൽ യാതൊരു വേലയും ചെയ്യാതെയും അതിനെ വിശുദ്ധീകരിക്കേണ്ടതിന് എൻ്റെ വാക്ക് ജാഗ്രതയോടെ കേട്ടനുസരിക്കുമെങ്കിൽ, ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്തും കയറുന്നവരുമായ രാജാക്കന്മാരും രാജകുമാരന്മാരും അവരുടെ പ്രഭുക്കന്മാരായ യഹൂദ പുരുഷന്മാരും യെരൂശലേം നിവാസികളും ഈ നഗരത്തിൻ്റെ വാതിലുകളിൽ കൂടി കടക്കുകയും ഈ നഗരം എന്നേക്കും നിൽക്കുകയും ചെയ്യും എന്ന യഹോവയുടെ അരുളപ്പാട്. യഹൂദ പട്ടണങ്ങളിൽ നിന്നും യെരൂശലേമിന് ചുറ്റും ഉള്ള പ്രദേശങ്ങളിൽ നിന്നും ബെന്യാമീൻ ദേശത്തു നിന്നും താഴ്വീതിയിൽ നിന്നും മലനാടുകളിൽ നിന്നും തെക്കേ ദിക്കിൽ നിന്നും അവർ ഹോമയാഗങ്ങളും
ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും കുന്തുരുക്കവും കൊണ്ടുവരും. യഹോവയുടെ ആലയത്തിൽ അവർ സ്തോത്രയാഗവും അർപ്പിക്കും. എന്നാൽ ശബ്ബത്തുനാൾ വിശുദ്ധീകരിപ്പാനും ശബ്ബത്തുനാളിൽ യെരൂശലേമിൻ്റെ വാതിലുകളിൽ കൂടി ചുമന്നു കൊണ്ടുപോകാതെ ഇരിപ്പാനും നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയില്ലെങ്കിൽ ഞാൻ അതിൻ്റെ വാതിലുകളിൽ തീ കൊളുത്തും. അത് കെട്ടുപോകാതെ യെരൂശലേമിലെ അരമനകളെ ദഹിപ്പിക്കും. അധ്യായം 18. യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിന്നോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ഞാൻ ഒരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ച് കളയും എന്ന് അരുളി ചെയ്തിട്ട്, ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തൻ്റെ ദുഷ്ടത വിട്ടുതിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. ഒരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഞാൻ അതിനെ പണിയുകയും നടുകയും ചെയ്യും എന്ന് അരുളി ചെയ്തിട്ട് അത് എൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്ത നന്മയെക്കുറിച്ച് ഞാൻ അനുതപിക്കും. ആകയാൽ നീ ചെന്ന് യഹൂദാ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരനർത്ഥം നിർമ്മിച്ച് നിങ്ങൾക്ക് വിരോധമായി ഒരു നിരൂപണം നിരൂപിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും താൻ്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ. അതിന് അവർ, ഇത് വെറുതെ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നിരൂപണങ്ങൾ അനുസരിച്ച് നടക്കും. ഞങ്ങളിൽ ഓരോരുത്തരും താൻ്റെ ദുഷ്ടഹൃദയത്തിലെ ശാഠ്യം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളുടെ ഇടയിൽ ചെന്നന്വേഷിപ്പീൻ. ഇങ്ങനെയുള്ളത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇസ്രായേൽ കന്യക അതിഭയങ്കരമായുള്ളത് ചെയ്തിരിക്കുന്നു. ലെബാനോനിലെ ഹിമം വയലിലെ പാറയെ വിട്ടുപോകുമോ? അന്യദേശത്തു നിന്ന് ഒഴുകി വരുന്ന തണുത്ത വെള്ളം വറ്റിപ്പോകുമോ? എൻ്റെ ജനമോ എന്നെ മറന്ന് മിഥ്യാമൂർത്തികൾക്ക് ധൂപം കാട്ടുന്നു. അവരുടെ വഴികളിൽ പുരാതന പാതകളിൽ തന്നെ അവർ അവരെ ഇടറി വീഴുമാറാക്കി. അവർ നിരപ്പില്ലാത്ത വഴികളിലും പാതകളിലും നടക്കുന്നു. അവർ അവരുടെ ദേശത്തെ ശൂന്യവും നിത്യപരിഹാസവുമാക്കുന്നു. അതിൽ കൂടി കടന്നു പോകുന്ന ഏവനും സ്തംഭിച്ച് തലകുലുക്കും. കിഴക്കൻ കാറ്റുകൊണ്ടെന്ന പോലെ ഞാൻ അവരെ ശത്രുക്കളുടെ മുമ്പിൽ ചിതറിച്ച് കളയും. അവരുടെ അനർത്ഥ ദിവസത്തിൽ ഞാൻ അവർക്ക് എൻ്റെ മുഖമല്ല പുറമത്രേ കാണിക്കും. എന്നാൽ അവർ, വരുവിൻ, നമുക്ക് യിരെമ്യാവിൻ്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കാം. പുരോഹിതൻ്റെ പക്കൽ ഉപദേശവും ജ്ഞാനിയുടെ പക്കൽ ആലോചനയും പ്രവാചകൻ്റെ പക്കൽ അരുളപ്പാടും ഇല്ലാതെ പോകുകയില്ല. വരുവിൻ, നാം അവനെ നാവുകൊണ്ട് കൊന്നുകളക. അവൻ്റെ വാക്ക് ഒന്നും നാം ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞു. യഹോവേ, എനിക്ക് ചെവി തന്ന് എൻ്റെ പ്രതിയോഗികളുടെ വാക്ക് കേൾക്കണമേ. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യാമോ? അവർ എൻ്റെ പ്രാണഹാനിക്കായിട്ടൊരു കുഴി കുഴിച്ചിരിക്കുന്നു. നിന്റെ കോപം അവരെ വിട്ടുമാറേണ്ടതിന് ഞാൻ അവർക്കു വേണ്ടി നന്മ സംസാരിപ്പാൻ തിരുമുമ്പിൽ നിന്നതോർക്കണമേ. അവരുടെ മക്കളെ ക്ഷാമത്തിനേൽപ്പിച്ച് വാളിന് ഇരയാക്കണമേ. അവരുടെ ഭാര്യമാർ മക്കളില്ലാത്തവരും വിധവമാരും ആയിത്തീരട്ടെ. അവരുടെ പുരുഷന്മാർ മരണത്തിനിരയാകട്ടെ. അവരുടെ യൗവനക്കാർ യുദ്ധത്തിൽ വാളിനാൽ പട്ടുപോകട്ടെ. നീ പെട്ടെന്ന് ഒരു പടക്കൂട്ടത്തെ അവരുടെ മേൽ വരുത്തിയിട്ട് അവരുടെ വീടുകളിൽ നിന്ന് നിലവിളി കേൾക്കുമാറാകട്ടെ. അവർ എന്നെ പിടിപ്പാൻ ഒരു കുഴി കുഴിച്ചു, എൻ്റെ കാലിന് കണി മറച്ചു വച്ചിരിക്കുന്നുവല്ലോ. യഹോവേ, എൻ്റെ മരണത്തിനായുള്ള അവരുടെ ആലോചനയൊക്കെയും നീ അറിയുന്നു. അവരുടെ അകൃത്യം ക്ഷമിക്കരുതേ. അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മായിച്ചു കളയരുതേ. അവർ തിരുമുമ്പിൽ ഇടറി വീഴട്ടെ. നിന്റെ കോപത്തിൻ്റെ കാലത്തു തന്നെ അവരോട് പ്രവർത്തിക്കണമേ.